നിയുക്ത ആലപ്പുഴ എം.എൽ.എ. എ.ഡി. തോമസിനെ മർദ്ദിച്ച ഗൺമാന്മാർക്ക് സസ്പെൻഷൻ ഉടൻ ലഭിക്കും. എ.ഡി. തോമസിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടു. 2-3 യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം കരിങ്കൊടി കാണിക്കാൻ റോട്ടിൽ നിന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ 2 പേര് അവർ പത്തലുമായിട്ട് ഇറങ്ങി അതിക്രൂരമായി ആ കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടു. അത് കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ വൈറലായി. ഒരു ഗൺമാനെ ഈ പത്തൽ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പം കാറിൽ മുൻവശത്ത് ഗൺമാൻ ഇരിക്കണമെന്നാണ് ചട്ടം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പത്തലല്ല, തോക്കാണുള്ളത്. നമുക്കറിയാമല്ലോ 1994 സംഭവം. എം.വി. രാഘവൻ മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിരുന്ന ഡിവൈഎഫ്ഐക്കാരെ പോലീസ് വെടിവെച്ച് കൊന്ന സംഭവം നമുക്കറിയാം. ആ ഗൺമാൻ്റെ കയ്യിൽ അന്ന് തോക്കായിരുന്നു ഉണ്ടായിരുന്നത്, റിവോൾവറും. ഇവിടെ മുഖ്യമന്ത്രിയുടെ പിന്നാലെ വന്ന ആ എസ്കോട്ട് വാഹനത്തിൽ നിന്ന് പത്തനുമായിട്ട് ഇറങ്ങി 3-4 പേര് അടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. 2 ഗൺമാന്മാർ ആണ് അടിക്കുന്നത് നമ്മൾ കണ്ടെങ്കിലും അതിൻ്റെ വേറെ 1-2 പേര് കൂടെ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എസ്കോട്ട് പോയ ബ്ലാക്ക് കാറ്റ് വിഭാഗത്തിൽപ്പെട്ട പോലീസുകാരായിരിക്കണം. കാരണം 2 പേരെ ഐഡൻറ്റിഫൈ ചെയ്യും. ആ 2 പേരെയും കണ്ടാൽ തിരിച്ചറിയുന്നവരാണ്. ആ ദൃശ്യത്തിലും തിരിച്ചറിയാം. അവർക്ക് എവിടെ നിന്നാണ് ഈ പത്തൽ കിട്ടിയത്? അപ്പോൾ അവർക്ക് ഗൺമാന്മാർക്ക് കൃത്യമായി തോക്കുകൾ അല്ലെ റിവോൾവറോ പിസ്റ്റലോ അവരുടെ കൈവശം ഉണ്ടാവും. അല്ലാതെ അവരുടെ കൈ പത്തൽ കൊണ്ട് നടക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ കാറ് പോയതിൻ്റെ പിന്നാലെ പോയി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തടസ്സമോ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം നിന്നാൽ ഇവരിറങ്ങി അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാം ആ സമയത്ത്. അതേ സമയത്ത് അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് പിന്നാലെ പോകുന്ന വാഹനം, എസ്കോട്ട് വാഹനം, റോഡിൽ കണ്ട പ്രതിഷേധം ഉയർത്തിയവരെ മനഃപൂർവ്വം ഇറങ്ങി പത്തലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. ലോക്കൽ പോലീസിൻ്റെയോ അല്ല അവിടുത്തെ SHOയുടെ അധികാരമൊന്നും ഇവർക്കില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തി നിയമവിരുദ്ധമാണ്. ആ കേസ് അന്വേഷിച്ചപ്പോൾ DYSP ഉണ്ട് പോലീസിലെ. അദ്ദേഹം അത് കുറ്റകരമല്ല എന്ന് എഴുതി തള്ളി. അത് കുറ്റകരം തന്നെയാണ്. കാരണം ലോക്കൽ പോലീസിൻ്റെ ചെയ്യേണ്ട പ്രവൃത്തി ഒരു കൂട്ടത്തിന് ആൾക്കാരെ ചേസ് ചെയ്യാനോ ഡിസ്പേഴ്സ് ചെയ്യാനോ ലോക്കൽ പോലീസിലെ SHOയ്ക്കാണ് അധികാരം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഗൺമാന്മാർക്കോ അതിൽ എസ്കോട്ടിലുള്ളവർക്കോ പൊതുജനങ്ങളെ കൈവെക്കാൻ അവർക്ക് അവകാശമില്ല. അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവൃത്തി മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പൊതുജനങ്ങളെ അടിച്ചു ഓടിക്കേണ്ട ചുമതല അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറ്റകരമായ ഒരു വീഴ്ച തന്നെ. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായാലും ശരി, പത്തലുമായിട്ട് ഇറങ്ങി റോഡിൽ നിന്ന് 2-3 ആൾക്കാരേ ഉള്ളൂ. അന്നേരം ഈ നിയുക്ത എം.എൽ.എ. എ.ഡി. തോമസും വേറെ 1-2 ആൾക്കാരേ ഉള്ളൂ. അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അതന്വേഷിച്ച് DYSPയും അവരുടെ ഗണത്തിൽ തന്നെ കൂട്ടേണ്ടി വരും. അയാളെയും ഉടനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം അയാളൊരു പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. തെറ്റായ അന്വേഷണം രാഷ്ട്രീയപരമായി ചിന്തിച്ച് ആണ് അയാൾ അന്വേഷണം നടത്തിയത്. നമുക്കങ്ങനെയല്ല, ഭരണഘടന അനുസരിച്ചുള്ളൊരു അന്വേഷണമല്ലേ വേണ്ടത്. അവർ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഉള്ള അല്ലെങ്കിൽ ആ നടപടിയാണ് വേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയമായി ചിന്തിക്കുകയും ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കത്തക്ക രീതിയിലും അവരെ കുറ്റകൃത്യത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തത്തക്ക രീതിയിൽ എഴുതി പിടിപ്പിച്ച DYSP തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായിട്ട് നടപടി ഉണ്ടാവും. അത് ഈ ഗൺമാന്മാരുടെ ഒപ്പം അദ്ദേഹം പ്രതിയാകുന്ന ആ കേസിലെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ട വ്യക്തി ഒരു പെർഫങ്ചറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ DYSPക്കെതിരായിട്ടും നടപടി ഉണ്ടാവും. അദ്ദേഹത്തിനെ ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം. അങ്ങനെയുള്ളൊരു DYSP അതിനകത്ത് വ്യതിചലിച്ച് ഗുണ്ടകളെപ്പോലെ പെരുമാറിയ 2 ഗൺമാന്മാർക്ക് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് തെറ്റായ അന്വേഷണമാണ്, പെർഫഞ്ചറി ഇൻവെസ്റ്റിഗേഷൻ തന്നെ. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി എടുക്കേണ്ടി വരും. അദ്ദേഹത്തിനെയും ഇവരോടൊപ്പം സസ്പെൻഡ് ചെയ്തു. ഏതായാലും എഡി തോമസ് പറഞ്ഞു കഴിഞ്ഞു, അതിന് ശക്തമായ നടപടി എടുക്കണം, അതൊരു പുനരന്വേഷണം നടക്കണം, അതിനുള്ള പേപ്പർ നീക്കം ചെയ്യും. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് നടത്തണമല്ലോ. പച്ചയായ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് അത് എഡി തോമസ് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും ഒരു സത്യമുണ്ട്, അതിനകത്ത് നീതി ലഭിക്കണം അദ്ദേഹത്തിന്. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്ന രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും രാഷ്ട്രീയപരമായി എതിർചേരിയെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി അതിയായ ശക്തമായ നടപടി കേരളത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ആ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.